പ്രേക്ഷകരെ, അവിശ്വാസ പ്രമേയത്തിനുള്ള ചർച്ചകൾക്കിടയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഡീൽ ആരോപണം കൂടി ഉയർന്നിരിക്കുകയാണ്. പ്രമേയത്തെ പിന്തുണയ്ക്കില്ലെന്ന CPIM നിലപാട് ഡീലിന്റെ ഭാഗമെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. നിലവിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാനുള്ള അവസരമാണ് അവിശ്വാസ പ്രമേയമെന്നും LDF കൂടെ വരുന്നതിൽ തെറ്റില്ലെന്നുമായിരുന്നു കോൺഗ്രസ് നേതാവ് KS ശബരിനാഥന്റെ നിലപാട്. എന്നാൽ UDF അവിശ്വാസ പ്രമേയം കൊണ്ടുവരുന്നത് BJP രക്ഷിക്കാൻ വേണ്ടിയെന്നാണ് LDFന്റെ ആരോപണം. കാപ്പ കേസിൽ BJP കൗൺസിലർ R സുഗതൻ ജയിലിലായതിനു പിന്നാലെയാണ് ഈ ആരോപണ പ്രത്യാരോപണങ്ങൾ രൂക്ഷമായത്. തർക്കങ്ങൾ തുടരുന്ന തിരുവനന്തപുരം കോർപ്പറേഷനിൽ നിലവിൽ ഭരണസ്തംഭനവും. നമ്മൾ പരിശോധിക്കുന്നു ന്യൂസ് ആംഗിൾ. ഈ വിഷയത്തിൽ വിശകലനങ്ങളുമായി എനിക്കിപ്പം ബിനിൽ ലീല സാബു തിരുവനന്തപുരത്ത് തത്സമയമുണ്ട്. ബിനിൽ, ഗുഡ് മോർണിംഗ്. ഈ തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP ഭരണം പിടിച്ചിട്ട്, അല്ലെങ്കിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ജനങ്ങൾ BJP ഏൽപ്പിച്ചിട്ട് 6 മാസങ്ങൾ പൂർത്തിയാകുമ്പോഴേക്കും അവിടെ ഇനി നടക്കാൻ സംഭവങ്ങളൊന്നും തന്നെ ഇല്ല. ഇപ്പം ഏറ്റവും ഒടുവിലാണ് കൗൺസിലർ സുഗതനുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുന്നത്. അതിന് ഇയാളെ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിക്കാൻ നീക്കം BJPയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. BJPക്ക് ഇത്രയും വിവാദങ്ങൾ ഉണ്ടാകുമ്പോഴും അവർക്ക് കോൺഫിഡൻസിലൊന്നും കുറവില്ല എന്ന് വേണം ആ നീക്കങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. മറുവശത്താണ് നമ്മളിപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ളത്. UDFന്റെ ഭാഗത്തു നിന്ന്, കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാൻ നീക്കം നടക്കുന്നു. പക്ഷേ അതിനെ LDF പിന്തുണയ്ക്കുന്നില്ല. LDF പറയുന്നത് ഞങ്ങൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ റിലേ സത്യാഗ്രഹം നടത്തുന്നുണ്ടല്ലോ, അതിനൊന്നും കോൺഗ്രസിന്റെ പിന്തുണ കണ്ടില്ലല്ലോ, അപ്പോൾ പിന്നെ എന്തിനാണ് ഞങ്ങൾ ഇവരെ പിന്തുണയ്ക്കുന്നതെന്ന ചോദ്യം വരുന്നു. അപ്പോഴേക്കും രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡീൽ ആരോപണങ്ങൾ നടക്കുന്നുണ്ട്. ചുരുക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ മഴക്കാലമാണ്, മഴക്കാലപൂർവ്വ ശുചീകരണം നടത്തണം. മാത്രമല്ല അലേർട്ടുകളുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തോരാമഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് സംസ്ഥാനത്തുടനീളമായി. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്ന മുന്നറിയിപ്പ് നിൽക്കുന്നു. പകർച്ചവ്യാധി ഭീഷണി നിലനിൽക്കുന്നു. കോർപ്പറേഷൻ ചെയ്യേണ്ടതായ പല പല കാര്യങ്ങളുമുണ്ട് ഒരു നാട്ടിൽ. ഈ വിവാദങ്ങൾ മുഴുവൻ ഒരു ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ടോ ബിനിൽ? എന്താണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ശരിക്കും സംഭവിക്കുന്നത്? സേതു, ഗുഡ് മോർണിംഗ്. ഒരു മെല്ലെപ്പോക്ക് ഭരണത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നിലവിലെന്തായാലും ഭരണസ്തംഭനം ഉണ്ടായി എന്നാണ് LDFും UDFും ആരോപിക്കുന്നത്. LDF അവിടെ ഇത് ആരോപിച്ച് റിലേ സത്യാഗ്രഹം, അത് സുഗതനൊപ്പം തന്നെ റിലേ സത്യാഗ്രഹം കൂടി നടത്തുന്നത് ഈ ഭരണസ്തംഭനം ഉണ്ടായി എന്നുള്ള ആക്ഷേപത്തിൽ കൂടിയാണ്. മറ്റൊന്ന്, UDFും സമാനമായ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. അവരിന്ന് നഗരസഭയിലേക്ക് ഒരു പ്രതിഷേധ മാർച്ച്, പ്രത്യേകിച്ച് ഈ ഭരണസ്തംഭനത്തിലാണ് ഈ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. നിലവിലെന്തായാലും അവിശ്വാസ പ്രമേയം ഇന്ന് ജനറൽ കൗൺസിലാണ്, അതിൽ വരാനുള്ള സാധ്യതയില്ല. നേരത്തെ UDF തീരുമാനിച്ചത് അവിശ്വാസ പ്രമേയം കൊണ്ടുവരാം എന്നുള്ളതാണ്. പക്ഷേ അതിന് LDF പിന്തുണച്ചില്ല. നേരത്തെ ചെയ്തു പറയുന്നത് പോലെ ഈ സമരം നടത്തുമ്പോൾ അവിടെ കോൺഗ്രസിന്റെ പിന്തുണ കണ്ടില്ല. പിന്നീട് എന്തിനാണ് ഇങ്ങനെ ഒരു പിന്തുണയിലേക്ക് പോകുന്നത് എന്നൊരു ആശയക്കുഴപ്പം LDFിലുണ്ടായിരുന്നു. പിന്നീടാണ് ജില്ലാ സെക്രട്ടറി തന്നെ അങ്ങനെ ഒരു പിന്തുണ നൽകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് എത്തിയതും. നിലവിലെന്തായാലും ഇന്ന് അവിശ്വാസ പ്രമേയം വരില്ല. മറ്റൊന്ന്, ഈ R സുഗതനുമായി ബന്ധപ്പെട്ട ഒന്നാണ്. അദ്ദേഹം ഇന്നും കൂടി ഈ R സുഗതൻ ഈ കൗൺസിലിൽ പങ്കെടുത്തില്ലെങ്കിൽ അയോഗ്യനാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ BJP പറയുന്നത് നിയമപരമായി നേരിടും എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്നത്, LDFും UDFും ഉന്നയിക്കുന്ന പ്രധാന പ്രശ്നം ഈ തെരുവുനായ പ്രശ്നമാണ്. അതോടൊപ്പം കുടിവെള്ള പ്രശ്നവും, നേരത്തെ സേതു പറഞ്ഞ പകർച്ചവ്യാധി പ്രശ്നവും, അതോടൊപ്പം തന്നെ ഈ മഴക്കാലമാണ്, മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെയാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. ഇന്നലെ മേയർ VV രാജേഷിന്റെ ഒരു വാർത്താ സമ്മേളനം ഉണ്ടായിരുന്നു. അതിൽ അദ്ദേഹം ആദ്യം എടുത്തു പറഞ്ഞ ഒരു കാര്യം ഈ തെരുവുനായ പ്രശ്നമാണ്. തെരുവുനായ പ്രശ്നം അത് കൃത്യമായി തന്നെ പരിഹരിച്ചിട്ടുണ്ട്. പൂർണ്ണമായും തെരുവുനായകളെ ഒരു ഷെൽട്ടറിലേക്ക് മാറ്റുന്നതിനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. അതിനുള്ള സഹകരണം നേരത്തെ മുൻ ഭരണസമിതി അല്ലെങ്കിൽ സർക്കാർ അതിനു വേണ്ട സഹകരണം ചെയ്യുന്നില്ല, ഒരു ആക്ഷേപമാണ് ഉന്നയിച്ചത്. മറ്റൊന്ന് കുടിവെള്ള പ്രശ്നമാണ്. അതോടൊപ്പം തന്നെ മറ്റു വിഷയങ്ങളിലൊക്കെ സർക്കാരുമായി ചേർന്ന് ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. അതിന് സർക്കാരിന് കൂടി പിന്തുണ വേണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അത് അദ്ദേഹം ഈ വിശദീകരണം നടത്തിയത് ഒരു ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നുവെന്ന വലിയ വിമർശനങ്ങൾക്കിടെയാണ് അദ്ദേഹത്തിന്റെ വിശദീകരണം വന്നത്. അതൊരു മെല്ലെപ്പോക്കുള്ള സൂചനയാണ്. മറ്റൊന്ന്, അഴിമതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിലും മേയർ VV രാജേഷ് ഒരു പ്രതികരണം നടത്തിയത്. 2 കൺവെൻഷൻ സെന്ററുകൾ, കല്യാണ മണ്ഡപങ്ങൾ, ഒന്ന് മുടവൻമുകൾ, മറ്റൊന്ന് കമലേശ്വരം, ഇവിടെയൊക്കെ സ്വകാര്യ വ്യക്തികൾ കൈവശം വെച്ച് അതിനെ പണം കൈപ്പറ്റുകയാണ് ചെയ്തിരുന്നത്. അത് 2 കോർപ്പറേഷൻ തിരിച്ചു പിടിച്ചിട്ടുണ്ട്. അങ്ങനെ അഴിമതി തുടച്ചു നീക്കാനുള്ള ശ്രമം സജീവമായി തുടരുന്നുവെന്ന് അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തു. എന്തായാലും ഇത്തരം ആരോപണങ്ങൾക്കിടെ അദ്ദേഹം ചില വിശദീകരണം കൂടി നൽകിയിട്ടുണ്ട്. അത് ഈ ഭരണത്തിലുള്ള
വെള്ളപ്പൊക്ക് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. എന്തായാലും വിവിധ വിവാദ വിഷയങ്ങൾ കഴിഞ്ഞ 6 മാസങ്ങൾക്കിടെ ഉണ്ടായി. ചർച്ചകൾ അതിലേക്ക് മാത്രം ഒതുങ്ങിപ്പോകുന്നു എന്നുള്ളൊരു വിമർശനം കൂടി ഉയരുന്നുണ്ട്. പ്രത്യേകിച്ച് മഴക്കാലമാണ്, അതുകൊണ്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുമുണ്ട്. നഗരത്തിൽ വെള്ളക്കെട്ട് പലയിടത്തും രൂപപ്പെടുന്നുണ്ട്. മാത്രമല്ല പകർച്ചവ്യാധി ഭീഷണിയുണ്ട്. ഇതിനൊക്കെ പരിഹാരമുണ്ടാകണം. അതല്ലാതെ ഇത്തരത്തിൽ രാഷ്ട്രീയ വിഷയങ്ങളിൽ മാത്രം ഊന്നിയുള്ള ചർച്ച ശരിയല്ല എന്നൊരു പൊതു വിമർശനം കൂടി ഉയരുന്നുണ്ട്. എന്തായാലും ഈ ഭരണസ്തംഭനം ഉണ്ട് എന്നാണ് LDFും UDFും ആരോപിക്കുന്നത്. UDF ഇന്ന് നഗരസഭയിലേക്ക് മാർച്ച് നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു പ്രതിഷേധ പരിപാടി നേരത്തെ തന്നെ LDF നഗരസഭയ്ക്ക് മുന്നിൽ തുടരുകയും ചെയ്യുന്നുണ്ട്. സേതു. ഓക്കെ ബിനിൽ, ശരി. ഇപ്പൊ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നടക്കുന്ന സംഭവങ്ങൾ പറയുകയായിരുന്നു നമ്മുടെ ബിനിൽ ലീല സാബു. ഒരു ഭരണസ്തംഭനം ചെറിയ തോതിലെങ്കിലും അവിടെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല.